ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറയുന്ന റൂൾസൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ലെഡ് എ ഡാഷ് ലൈഫ്, വിച്ച് ഈസ് ദ കറക്റ്റ് വേർഡ്. അപ്പോൾ ഈ ഡാഷിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരുന്ന വേർഡ് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ആകെ കൺഫ്യൂഷനായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗാന്ധിജി ലെഡ് എ ഡാഷ് ലൈഫ് എന്തായിരിക്കും? ഒരു മീനിങ് എന്താ വരുന്നത്? ഒരു ശാന്തമായ ജീവിതം അല്ലേ, ഒരു ശാന്തമായ ജീവിതം ആയിരുന്നു ഗാന്ധിജിയുടേത്. അപ്പം അങ്ങനെ മീനിങ് വരുന്ന ഏതാണ്? ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വയറ്റ്, QUIET എന്നതിൻ്റെ മീനിങ് ശാന്തമായ എന്നാണ്. ഗാന്ധിജി ലെഡ് എ ഡാഷ് ലൈഫ്, ഒരു ശാന്തമായ ജീവിതമായിരുന്നു ഗാന്ധിജി നയിച്ചിരുന്നത്. അപ്പം അങ്ങനെ മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, QUIET. ഇനി അടുത്ത ഓപ്ഷൻ എ നോക്ക്, QUITE. അതിൻ്റെ അർത്ഥം വളരെ എന്നാണ് കേട്ടോ. വളരെ എന്നുള്ളൊരു മീനിങ് ആണ് ഓപ്ഷൻ എയില്ല ക്വയറ്റിൽ പറയുന്നത്. അതുപോലെ ഓപ്ഷൻ സി, ക്വയറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല. ഓപ്ഷൻ സി, ക്വയറ്റ് എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷിലില്ല. പിന്നീട് ഓപ്ഷൻ ഡി, ക്വിറ്റ് എന്തായാലും അല്ല, നമുക്കറിയാം. ക്വിറ്റ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നാണ്. ക്വിറ്റ് യുവർ ജോബ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്വയറ്റ്, ശാന്തമായ എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന 4 സെൻറ്റൻസിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക്. ഞാൻ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഐ ഡിഡ് നോട്ട് വാണ്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ വെർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം, ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ വെർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ബേസ് ഫോം എന്ന് പറയുമ്പോൾ വി ഓൺ ഫോമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡു, ഡസ്, ഡിഡ് ഒക്കെ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ വെർബൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മൂന്നിടത്ത് തന്നിരിക്കുന്ന വെർബ് എന്താ? വാണ്ടഡ് ആണല്ലേ. അത് ഏത് ഫോമിലാണ്? V2 ഫോമിലല്ലേ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ റൂൾ എന്താണ്? ഡു, ഡസ്, ഡിഡ് ഇതിൻ്റെ കൂടെ, ഈ ഓക്സിലറി വെർബിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ. ഐ ഡിഡ് നോട്ട് വാണ്ട് വെർബിൻ്റെ ബേസ് ഫോമാണ്. അതുപോലെ ഡിഡ് ആണോ അല്ലേ വന്നിരിക്കുന്നത്, ഡിഡ്, ഡു, ഡസ്. അപ്പോൾ ശ്രദ്ധിക്കണം, റൂള് നിങ്ങൾ ഈ റൂളൊന്ന് എഴുതിയെടുത്തോളാം കേട്ടോ. ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹൗ ഓൾഡ് ആർ യു. ദിസ് സെൻറ്റൻസ് ഈസ് ഓപ്ഷൻസ് ഇമ്പറേറ്റീവ്, ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് ആർ യു, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഇൻട്രോഗേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ മാർക്കുള്ള സെൻറ്റൻസൊക്കെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അതുപോലെ എക്സ്ക്ലമേഷൻ മാർക്കുള്ള, അറിയാമല്ലോ, ആശ്ചര്യചിഹ്നങ്ങളുള്ള സെൻറ്റൻസ് എല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതുപോലെ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഒരു വെർബ് ഉപയോഗിച്ചാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിക്ലറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിലാണ് സ്റ്റാർട്ടാവുന്നത്. സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പം എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ച് ഉള്ള സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരുന്ന സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, വെർബിലാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആരംഭിക്കുന്നത്. അതുപോലെ സബ്ജക്റ്റിൽ ആരംഭിക്കുന്ന സെൻറ്റൻസാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും, അതുകൂടി ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്. എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ്. ഇറ്റ് ഡാഷ് ടു ആൾ ലിവിങ് തിങ്സ്. ഓപ്ഷൻസ് ഈസ് ബ്രിങ് റിലീഫ്, ബ്രിങ്സ് റിലീഫ്, വെയർ ബ്രിങ് റിലീഫ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ, ബ്രിങ്സ് റിലീഫ്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഡാഷ് ടു ആൾ ലിവിങ് തിങ്സ് അല്ലേ. എ റെയിനി ഡേ ഇൻ സമ്മർ, ചൂട് കാലത്ത് മഴയെന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ് അല്ലേ. ഇറ്റ് ഡാഷ് ടു ആൾ ലിവിങ് തിങ്സ്.
അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി സിംഗുലറാണ്, ഇറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗുലറാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു ഫാക്റ്റാണല്ലേ പറയുന്നത്. ഇറ്റ് റിലീഫ് ടു ആൾ ലിവിങ് തിങ്സ്, ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ആശ്വാസമാണ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ബ്രിങ്സ് റിലീഫ്. അടുത്ത ചോദ്യം നോക്കാം. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ ഓൺ റിപ്പോർട്ടിംഗ് ദിസ് സെൻറ്റൻസ് വി ഗെറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. അപ്പോൾ ഇവിടെ പലരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പറയാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം നോട്ട് വെൽ തന്നിരിക്കുന്നത് എന്തിലാണ്? പ്രസൻറ്റിലാണ് അല്ലേ, സിമ്പിൾ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ഇതിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എല്ലാവരും പഠിച്ചിരിക്കുന്ന റൂള്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയ്സ് എന്നൊരു വേർഡ് ഇവിടെ ഉണ്ട്. സെയ്സ് എന്നൊരു റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. അപ്പം റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലോ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല. സ്പീച്ച് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് നിന്നിരിക്കുന്ന സെൻറ്റൻസിനെയാണ് സ്പീച്ച് പാർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഈ സെയ്സിനെയാണ്. അപ്പം റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഏത് ടെൻസാണ്? സെയ്സ്, പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. അപ്പം റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഏത് സെൻറ്റൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഗോപു സെഡ് എന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റിയിരുന്നു, സാധാരണ റൂള്. ഇവിടെ സെയ്സ് എന്ന് വന്നതുകൊണ്ട് ഓക്കെ. സെയ്സ് എന്ന് മാത്രമല്ല, റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ, ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്, പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഐ ആം നോട്ട് വെൽ ആണ്. അപ്പം സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ ടെൻസ് മാറ്റേണ്ടതില്ല, സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. അങ്ങനെ വരുന്ന ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം. അത് രണ്ടും പാസ്റ്റാണ്. പിന്നെ ഉള്ളത് എയും സിയും. ഗോപു സേസ് ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. ഓപ്ഷൻ സി ഗോപു സേസ് ദാറ്റ് ഐ ആം നോട്ട് വെൽ. ഇതിലാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഗോപു സേസ് ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊന്നായിരുന്നു? റിപ്പോർട്ട് സ്പീച്ച് പാർട്ട് ഏതായിരുന്നു? ഐ ആം നോട്ട് വെൽ ആണല്ലേ. ഗോപു സേസ് ഐ ആം നോട്ട് വെൽ. അപ്പോൾ ഐ എന്നുള്ളത് ഹീ ആവും, അതറിയാമല്ലോ എല്ലാവർക്കും. ഐ എന്നുള്ളത് ഹീ ആവണം. അപ്പോൾ അങ്ങനെയുള്ളത് ഓപ്ഷൻ എയിലാണ്. ഗോപു സേസ് ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ വന്നാൽ സ്പീച്ച് പാർട്ടിൻ്റെ ടെൻസ് മാറ്റേണ്ടതില്ല. ഓക്കെ. ഇപ്പോൾ റെയറായിട്ട് ചോദിക്കാൻ, റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോയ്സ് ക്വസ്റ്റ്യനാണ് കേട്ടോ ഇതെല്ലാം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഓഡ് വൺ? വിച്ച് ഈസ് ദ ഓഡ് വൺ? ജാക്ക്, ജെന്നി, ലയൺ, ഫോക്സ്. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ജെന്നിയാണ് കേട്ടോ. ജെന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലാണ്. ജാക്കിൻ്റെ ഫീമെയിലിനെയാണ് ജെന്നി എന്ന് പറയുന്നത്. ജാക്കിൻ്റെ ഫീമെയിലിനെയാണ് ജെന്നി എന്ന് പറയുന്നത്. ബാക്കി മൂന്നും മസ്കുലിൻ ജെൻഡറാണ്. ജെന്നി മാത്രമാണ് ഫെമിനിൻ ജെൻഡർ ആയിട്ടുള്ളത്. ഓക്കെ. ജാക്ക്, ലയൺ, ഫോക്സ് ഇത് മൂന്നും മസ്കുലിൻ ജെൻഡറാണ്. ജെന്നി ഫെമിനിൻ ജെൻഡറാണ്. അതുപോലെ ജാക്കിൻ്റെ ഫീമെയിലിനെയാണ് ജെന്നി എന്ന് പറയുന്നത്. ലയണിൻ്റെ ഫീമെയിലിനെ ലയണസ്, ഫോക്സിൻ്റെ ഫീമെയിലിനെ വിക്സം. അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ കറക്റ്റ് ഫ്രൈസൽ വെർബ് ഫോർ എക്സ്റ്റിങ്ക്വിഷ്. എക്സ്റ്റിങ്ക്വിഷ് എന്ന മീനിങ് വരുന്ന കറക്റ്റ് ഫ്രൈസൽ വെർബ് ഏതാണ്? എക്സ്റ്റിങ്ക്വിഷിൻ്റെ മീനിങ് എന്താണ്? അണയ്ക്കുകയാണല്ലേ, അണയ്ക്കുക. അപ്പം അങ്ങനെ വരുന്ന ഏതാണ് ആൻസർ? പുട്ടൗട്ടാണ്. പുട്ടൗട്ടാണ് ആൻസർ. പുട്ടൗട്ട് മീൻസ് അണയ്ക്കുക എന്ന് തന്നെ. പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ പറയത്തില്ലേ, തീ അണയ്ക്കുക, അതാണ് ആൻസർ. ഇനി ബാക്കി മൂന്ന് ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് കൂടി നമുക്ക് നോക്കി പോവാം. പുട്ടിൻ എന്താണ്? പുട്ടിൻ നിയമിക്കുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക എന്നൊക്കെ പറയും. നിയമിക്കുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക എന്നൊക്കെ പറയും. ഇനി പുട്ടോൺ എന്ന് വെച്ചാൽ ധരിക്കുക, വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ധരിക്കുക. അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുക എന്നൊക്കെ ഉള്ള മീനിങ് ഉണ്ട് പുട്ടോണിന്.
അതുപോലെ പുട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മിക്കുക എന്ന ഒരു മീനിങ് ആണ് പുട്ടപ്പ്. അടുത്ത ചോദ്യം, fill in the blanks. Either you or your brothers dash absent. Either you or your brothers dash absent. ഓപ്ഷൻസ് ഈസ്, ആം, വാസ്, ആർ. ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് നൗണിനെ നമ്മൾ എയ്തർ ഓർ കൊണ്ട് യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ നൗണിനനുസരിച്ച് വേണം നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. രണ്ട് നൗണിനെ, ഇവിടെ രണ്ട് നൗണുണ്ടല്ലേ, രണ്ട് നൗണിനെ നമ്മൾ എയ്തർ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ നൗണിന് അനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എയ്തർ യു ഓർ യുവർ ബ്രദേഴ്സ് ആണല്ലേ, അപ്പോൾ രണ്ടാമത്തെ നൗൺ ഏതാണ്? യുവർ ബ്രദേഴ്സ് ആണ്. ബ്രദേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലാണ്. തന്നിരിക്കുന്നതിൽ പ്ലൂറൽ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡി മാത്രമേ പ്ലൂറലായിട്ടുള്ളൂ. അപ്പോൾ ഓഡ് ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ആറാണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, 6 കേട്ടോ. ബാക്കിയെല്ലാം സിംഗുലറാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ. ഈസ്, വാസ്, ആമൊക്കെ സിംഗുലറാണ്. ആം നമ്മൾ ഐൻ്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം എയ്തർ യുവർ ബ്രദേഴ്സ്, എയ്തർ ഓർ വെച്ച് രണ്ട് നൗണിനെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ നൗണിനനുസരിച്ച് വേണം വെർബ് എഴുതേണ്ടത്. ഇവിടെ ബ്രദേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലാണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഈസ് ദ ടാഗ് ഫോം. ഓപ്ഷൻസ് he seldom visits the library. Does he? He seldom visits the library. Doesn't he? He seldom visits the library. Don't he? He seldom visits the library. Didn't he? അപ്പോൾ നമുക്ക് മനസ്സിലായി, തന്നിരിക്കുന്ന സെൻറ്റൻസ് എല്ലാം സെയിം ആണ്. ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പം സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കിയേ. he seldom visits the library. ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവാണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്. ഏതാണ്? സെൽഡം. ഈ സെൽഡം എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ് ഉണ്ട് അല്ലേ, സെൽഡം. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? പോസിറ്റീവ് വരണം അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷനിലാണ് പോസിറ്റീവ് ഉള്ളതെന്ന്. ആദ്യത്തെ ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവാണ്. ഓപ്ഷൻ എ ഡസ് ഹി ആണ്. ഓപ്ഷൻ ബി ഡസൻറ്റ് ഹി ആണ്. ഓപ്ഷൻ സി ഡോണ്ട് ഹി. ഓപ്ഷൻ ഡി ഡിഡിൻറ്റ് ഹി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ അല്ലേ. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. സെൽഡം എന്നുള്ള വാക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലായി സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ടുള്ളതിൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ, ഡസ് ഹി. ബാക്കിയെല്ലാം ഡസൻറ്റ് ഹി, ഡിഡിൻറ്റ് ഹി, ഡോണ്ട് ഹി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അത് മാത്രമല്ല, അല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. എന്താണ്? ഹി സെൽഡം വിസിറ്റ്സ് ദ ലൈബ്രറി അല്ലേ. വിസിറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലായി എന്തായാലും ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പിന്നീട് നോക്കേണ്ടത് വെർബ് വിസിറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡസ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓക്സിലറി വെർബ് ഡസ് കിട്ടി. അതിൻ്റെ കൂടെ ഹി ആണ് ഇവിടെ പ്രോനൗണുമായിട്ടുള്ളത്. അപ്പോൾ ഡസ് ഹി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, മൈ മദർ നെവർ ഡാഷ് എ ലൈ. വിച്ച് ഈസ് ദ കറക്റ്റ് ടെൻസ് ഫോം? ടെൽസ്, ടെല്ല്, ടെൽസ്, ടെല്ലിങ്സ്. ഏതാണ് ആൻസർ? മൈ മദർ നെവർ ഡാഷ് എ ലൈ. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ടെൽസ്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ മദർ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്. ഇപ്പം വെർബിൽ എന്തായിരിക്കണം? എസ് ഉണ്ടായിരിക്കണം അല്ലേ ലാസ്റ്റ്. വെർബിൻ്റെ അവസാനം എസ് ഉള്ളതാണ് സിംഗുലർ ഫോം, വെർബിൻ്റെ സിംഗുലർ ഫോം. അപ്പം ഇവിടെ അങ്ങനെ ഉള്ളത് എയിലും സിയിലും ഡിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ ടെൽസ് എന്നൊരു ഓപ്ഷൻ സി ഇല്ലേ, ടെൽസ് എന്ന് പറഞ്ഞ് TLLES, അങ്ങനൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല കേട്ടോ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ടെല്ല് വരൂലെന്ന് നമുക്കറിയാം, ടെല്ല് പ്ലൂറലാണ്. പിന്നെ ടെല്ലിങ്സ് എന്നും സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. ടെല്ലിങ്സ് എന്നും സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല. ടെല്ലിങ് എന്ന് ഉപയോഗിക്കാറുണ്ട്, ടെല്ലിങ്സ് എന്നങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മൈ മദർ നെവർ ടെൽസ് എ ലൈ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ്
നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ നോക്കിയ 10 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പം വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.